ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുക്കുംബർ കൃഷിയെക്കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ്. അപ്പോൾ നവംബർ മാസം നമുക്ക് കുക്കുംബർ നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാനും വിളവെടുക്കാനായിട്ട് സാധിക്കും. നവംബർ മുതൽ നമുക്ക് ജനുവരി മാസം വരെയൊക്കെ നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് കുക്കുംബർ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നവംബർ മാസത്തിലെ കൃഷി രീതികളെക്കുറിച്ചുള്ളതായ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെന്ന് കണ്ടു നോക്കുക. നവംബർ മാസം എന്തൊക്കെ നട്ടുപിടിപ്പിക്കാം എന്നുള്ളത് ഒരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. കുറേ പേര് ഇത് കണ്ടിട്ടുണ്ട്. ഇനിയും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതേപോലെ കൃഷി ചെയ്യുക. എന്നിട്ട് വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com എന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ തരം വിത്തുകളും വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഞാൻ കുറച്ച് കുക്കുംബറിൻ്റെ വിത്തുകൾ എടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ അത്യാവശ്യം നട്ടിട്ടുണ്ട്, ഒരുപാടൊന്നും നടുന്നില്ല. ഇപ്പോൾ 2 മൂട് നടാൻ വേണ്ടിയിട്ട് ഒരു 8 വിത്തുകൾ എടുത്തിട്ടുണ്ട്. അതും നടണം. പിന്നെ ഒരു മുറവും കത്രികയൊക്കെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും പച്ചക്കറികളുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് എടുത്തുകൊണ്ട് വരാം. അപ്പം നമുക്ക് പറമ്പിലോട്ട് പോകാം. ഇപ്പം ഞാനിവിടെ 5-6 മൂട് സലാഡ് കുക്കുംബർ നട്ടിട്ടുണ്ട്. കണ്ടോ, അധികം വലിപ്പമൊന്നും വെച്ചിട്ടില്ല. എങ്കിൽ പന്തൽ കയറാനും തുടങ്ങിയിട്ടുണ്ട്. ചിലതൊക്കെ പകുതി ആയിട്ടേ ഉള്ളൂ കേട്ടോ, ഇവിടം വരെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്നാലും നോക്കിക്കേ, അതിനകത്ത് വേണമെങ്കിൽ ചക്ക വേരയിലും കായ്ക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ വേണമെങ്കിൽ കുക്കുംബർ വേരയിലും കായ്ക്കുമെന്ന് പറയുന്ന മാതിരിയുണ്ട്. എത്രയും താഴത്ത് കണ്ടോ, അതിൻ്റെ ചുവട്ടിൽ നിന്നേ കാ പിടിച്ചു കിടക്കുക. അപ്പോൾ അതിന് ഞാൻ ഒരു ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിനെ കിടത്തിയിരിക്കുന്നതാണ്. അപ്പം ചിലരൊക്കെ പറയും താഴെ പിടിക്കുന്നത് അങ്ങ് കട്ട് ചെയ്ത് കളയണമെന്ന്. പക്ഷേ ഞാൻ ഒന്നിൻ്റെയും ആദ്യം പിടിക്കുന്നതിന് ഞാൻ കട്ട് ചെയ്ത് കളയാറില്ല. കാരണം അവരങ്ങ് ചെറുതായാലും എന്താണെങ്കിലും അവരങ്ങ് പിടിച്ചോട്ടേന്ന് കരുതും. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ വിളവെടുക്കാം. കണ്ടോ, ആദ്യത്തെ ആവട്ടെ, എത്രയും ആവട്ടെ, നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഇനി ബാക്കിയൊക്കെ പിടിക്കുന്നതൊക്കെ നോക്കിക്കേ, എല്ലാത്തിലും താഴെ മുതലേ ഇങ്ങനെ കായ്കൾ വരികയാണ്. അതുകൊണ്ട് ഓരോ പൂവിനകത്തും ഓരോ നോടിനകത്തും ഇങ്ങനെ കായ്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ തടിയോട് ചേർന്ന് കിടപ്പുണ്ട്. പിന്നെ ഇങ്ങോട്ട് മേലോട്ട് വരുന്തോറും കണ്ടോ ഇങ്ങോട്ട് ഇവിടെ നിന്നുണ്ട്. ഇവിടെ ഓരോ മുട്ടലും ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കുക. കണ്ടോ, ഇവിടം വരെ എത്തിയതേ ഉള്ളൂ. കണ്ടോ, നമുക്ക് അതിനകത്തെല്ലാം കായ്കളാണ്. ഇപ്പം എന്താണ്ട് ഇനി ഇവിടെ അടുത്തേ ഉണ്ട്. ദാണ്ട കാ പിടിച്ച് താഴ്ന്നേ വന്നിരിക്കുക. കണ്ടോ, ഇവിടെ എല്ലാം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ്. പിന്നെ ദാണ്ട ഇവിടെ ചെറുത് ദാണ്ട ഇതിനകത്തും പകുതി ആയിട്ടേ ഉള്ളൂ. കണ്ടോ, ഒരു വള്ളി കെട്ടി കൊടുത്തിട്ട് അതിനെ മുകളിലോട്ട് കെട്ടി കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറെ അതിലും രസം താഴെ കിടന്ന് തന്നെ ഇനി അടുത്തത് ഇതിന് വളം ഇട്ട് കൊടുക്കണം. കണ്ടോ, കാ പിടിച്ച് വരുന്നുണ്ടോ, ഇതിനകത്തെല്ലാം നല്ല കായ പിടിച്ച് വരിക. അപ്പോൾ അതിനകത്തൊരു കമ്പൊക്കെ കുത്തി കൊടുത്തിട്ട് അതിനകത്ത് കുറച്ച് വളം ഇട്ട് കൊടുക്കണം. അതുകൂടെ കാണിക്കാം. അപ്പം എല്ലാത്തിനും കുറേശ്ശെ വളം കൊടുത്ത് നിർത്തിയേക്കുന്നതാണ്. അപ്പം ഇത് കുഞ്ഞിതാണ് കേട്ടോ. അപ്പം ആദ്യം സ്വല്പം വളമിന് കൊടുത്തായിരുന്നു. അപ്പം എന്നാലും അതിനകത്ത് വളമിടുന്ന രീതി നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പം ഒരു 4-5 ഇല പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളതിനകത്ത് ചെറിയൊരു വളം കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ചുവടൊക്കെ ഒന്ന് അനക്കി കൊടുക്കും. ഒരുപാട് കളയിലൊന്നും വേണ്ട, ചെറുതായിട്ട്. പുല്ലൊക്കെ കയറി വരുവാണെങ്കിൽ പുല്ലൊക്കെ കയറി വരുന്നതിനൊക്കെ നമ്മൾ പറിച്ച് അന്നേരം മാറ്റുകയെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളമെല്ലാം അവരങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ ഇച്ചിരി ചാണകം ദൂരെ മാറ്റി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിന് പകുതിയായിട്ട് ചാരം ഇട്ട് കൊടുക്കാം. ഒരുപാട് ദൂരെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വേര് ഓടിച്ചെന്ന് വലിച്ചെടുത്തുകൊണ്ട് വരണം വളമൊക്കെ. ഒരുപാട് അടുത്തിട്ട് കൊടുക്കരുത്. അവർക്ക് ഇച്ചിരി ജോലിയൊക്കെ കൊടുക്കണം അവരുടെ വേരിന്. എന്നിട്ട് എന്ത് വേണമെന്നറിയാമോ, ഒരു കമ്പും കൂടെ കുത്തി കൊടുക്കണം. ഇതിനെ ഒന്ന് മേലോട്ട് നമുക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ ഒരു കമ്പും കൂടെ അതിനൊരു താങ്ങായിട്ട് കൊടുക്കാം. എന്നിട്ടൊരു വള്ളിയും കൂടെ കെട്ടിയിട്ട് നമുക്കിതിനകത്തോട്ട്, നമ്മുടെ പന്തലുണ്ട് ഇവിടെ, ആ പന്തലിനകത്തോട്ട് കെട്ടിക്കൊടുക്കണം. അപ്പം നമ്മുടെ പന്തലിനകത്തോട്ട് ഈ കമ്പിനെ ഒന്ന് ബന്ധിപ്പിച്ച് കൊടുക്കാം.
എപ്പോഴും വന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അവർക്ക് എക്സ്ട്രാ വള്ളികളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പന്തലിലോട്ട് പടർത്തി കൊടുക്കണം. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് ഈ വള്ളി ഉണ്ടല്ലോ ഈ കമ്പിനകത്തോട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും പുതുതായിട്ട് വരുന്നവർക്കൊക്കെ ഒരു അതിശയം മാതിരിയായിരിക്കുമല്ല. അപ്പം നമ്മൾ ചാണകവും ഇട്ടു, ചാരവും ഇട്ടു. ഇനി സൂപ്പർ മീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പിടി ഇട്ട് കൊടുക്കാം. അതല്ല നിങ്ങളുടെ വേറെ ഏതെങ്കിലും ജൈവവളം സ്റ്റെറാമീലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഈ 2 വളവും ഇല്ല, ഈ 2 വളമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അപ്പം ഇനി അടുത്ത വളം ഇടുമ്പോൾ നമുക്ക് ആ വളമൊക്കെ കൊടുക്കാം. അപ്പം എന്തായാലും തൽക്കാലം ഇത് ഞാനങ്ങ് വെട്ടിയെടുപ്പിക്കാം. നാല് വശവും നന്നായിട്ട്, ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്ലറി കൊണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ തന്നെ ആ വെള്ളം കിടക്കണം. ഒരു 5-10 മൂട് നടുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പം വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നവർക്ക് എപ്പോഴും വന്ന് ചെടിയുടെ മണ്ണൊക്കെ ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് നടുമ്പം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി ഇതേപോലെ നിൽക്കുന്നതിനെ ഉണ്ടല്ലോ, ഇത്രയും വളർന്നതിനെയൊക്കെ നമ്മൾ എപ്പോഴും അതിൻ്റെ ചുവട് ചെറുതായിട്ട് ഒരു മാസത്തിൽ ഒരു 3 തവണയെങ്കിലും അതിൻ്റെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആരോഗ്യത്തോടെ അങ്ങ് കയറിപ്പോവും. മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചേർക്കുന്ന വളം കൂടെ കാണിച്ചു തരാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം പുല്ലൊക്കെ ഉണ്ട്, അതെല്ലാം പറക്കി മാറ്റണം. ഒരുപാട് വളം കൊടുത്തില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ പറമ്പിൽ ഇങ്ങനെ ഒന്ന് കൊത്തി ഇരിക്കാമെങ്കിൽ തന്നെ അവർക്കൊരു നല്ല ആരോഗ്യം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന വളമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജൈവ സ്ലറിയാണ്. ജൈവ സ്ലറിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. എന്നാലും ഒന്ന് പറഞ്ഞേക്കാം. ഇതിപ്പം ചാണകവും നമ്മുടെ വേപ്പും പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടെ പുളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. നന്നായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഇത് എടുക്കാൻ. നന്നായിട്ട് ഇളക്കുക. അപ്പോൾ അതിനകത്ത് ഒരു കുഞ്ഞ് കഷ്ണം ശർക്കരയും കൂടി ഇടുന്നത് നല്ല കേട്ടോ. നമ്മൾ ജൈവ സ്ലറി ഉണ്ടാക്കുമ്പോഴേ അപ്പോൾ അതിനകത്ത് നമ്മൾ 1 കപ്പ് ഇങ്ങോട്ട് ഇതുപോലെ 1 കപ്പ് എടുക്കുക. ഓക്കെ, 1 കപ്പിന് ഒരു 3 കപ്പ് വെള്ളമെങ്കിലും ചേർത്തിട്ട് വേണം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ. അതിനിപ്പോൾ ചെടിയുടെ വലിപ്പം അനുസരിച്ച് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ. വലിപ്പവും പ്രായവും ഒക്കെ അനുസരിച്ച് വേണം ഇത് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട്. ഇത്രയും മതി. ഇനി നമുക്കത് അതിൻ്റെ ചുറ്റിനും കൊണ്ട് ഒഴിക്കാം. ഇതും അതേപോലെ തന്നെ ഇച്ചിരി ദൂരെ മാറ്റി കൊടുക്കാം കേട്ടോ. ഇത് തണ്ടുകളൊക്കെ വളരെ നൈസായിട്ടുള്ളതാണ്. അപ്പം കുറച്ച് അതിനകത്തോട്ട് ഒഴിച്ചു. ഇനി ബാക്കിയുണ്ട്. ഇനി അതിൻ്റെയും കൂടെ 2-3 എണ്ണം ഇവിടെ 3-4 ചെടികൾ ഇവിടെ നിൽപ്പുണ്ട്. 3-5 ചെടികൾ ഇവിടെ നിൽപ്പുണ്ട്. അതിനെല്ലാം മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം വേണം അതിന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് കട്ടിക്കൊന്നും കൊണ്ടൊന്നും ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ വളം കൊടുക്കുന്ന രീതിയും അതുപോലെ വെട്ടിയടിപ്പിക്കുന്ന രീതിയും നമ്മൾ വിളവെടുപ്പും ഒക്കെ കാണിച്ചല്ലോ. ഇനി വിത്തുകൾ എങ്ങനെയാണ് നടുന്നതെന്നുള്ളത് കേട്ടോ. അപ്പം നമ്മൾ വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല അങ്കുരണശേഷിയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇവിടെ ഞാൻ കുറച്ച് ഗ്രോ ബാഗിനകത്ത് മണ്ണൊക്കെ നിറച്ച് വെച്ചിരിക്കുകയാണ്. ഈ മണ്ണ് നിറച്ച് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ സിമെൻറ്റ് ചാക്ക് കണ്ട അവിടെ അതിൻ്റെ തൊട്ട് മേളിൽ തന്നെ കിടപ്പുണ്ട്. ആ സിമെൻറ്റ് ചാക്കി ഇരുന്ന മണ്ണൊക്കെ തട്ടിയിട്ടിട്ട് അതിനകത്തോട്ട് കുറച്ച് ഡോളോമൈറ്റും അതുപോലെ ചാണകപ്പൊടിയും കുറച്ച് സൂപ്പർ മീലും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മണ്ണൊരുക്കി വെച്ചിരിക്കുന്നതാണ്. ഇപ്പം ഒരു 29-ാം തീയതി ഒക്ടോബർ 29 ഞാൻ മണ്ണ് നിറച്ച് വെച്ചതാണ്. അപ്പോൾ നമ്മൾ വിത്തുകളൊക്കെ ഓർഡർ ചെയ്യുമ്പം തന്നെ മണ്ണൊക്കെ ഒരുക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് വിത്തുകൾ പാകാം. ഇപ്പം വളമൊക്കെ ഇട്ടിട്ട് ഉടനെ നമ്മൾ അതിനകത്തോട്ട് വിത്ത് പാകരുത്. കാരണം ഈ വളത്തിൻ്റെയൊക്കെ ഒരു ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചൂടൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ വിത്തൊക്കെ പാകാനായിട്ട്. ഇങ്ങനെ പാകില്ല എന്നുണ്ടെങ്കിൽ കൊച്ചു കപ്പിനകത്തോ അല്ലെങ്കിൽ ചായ കപ്പിനകത്തോ ഒക്കെ നിങ്ങൾക്ക് വിത്തുകൾ പാകാവുന്നതാണ്. അപ്പോൾ ഈ ഗ്രോ ബാഗിനകത്തോട്ട് നമുക്ക് ഞാൻ സലാഡ് കുക്കുംബറിൻ്റെ വിത്തുകൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന വിത്തുകൾ നല്ലതാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിചാരിക്കുന്ന മാതിരിയുള്ള കാഫലമൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി ഒരു 4 എണ്ണം ഞാൻ നടുകയാണ്. അപ്പം നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഗ്രോ ബാഗാണ്. അപ്പോൾ ഗ്രോ ബാഗ് കാണുമ്പോൾ നിങ്ങൾ ചിലപ്പം ഗ്രോ ബാഗ് ചോദിച്ചേക്കാം. എന്തായാലും
ഒരാഴ്ചയും കൂടെ കഴിയും നമ്മുടെ ഗ്രോ ബാഗ് നമ്മുടെ വെബ്സൈറ്റിൽ വരാനായിട്ട്. വരുമ്പോൾ ഉടനെ നിങ്ങളെ അറിയിപ്പിക്കുന്നതാണ്. അപ്പം അടുത്ത ഒരു 4 എണ്ണം കൂടെ നമുക്ക് അടുത്ത ഗ്രോ ബാഗിനകത്തോട്ട് നടാം. അതിനകത്തൊരു വീരപ്പൻ ഇരിക്കുന്നുണ്ടോ, അത് തവള ഒളിഞ്ഞിരിക്കുന്നു. പോടാ. ഗ്രോ ബാഗുമൊക്കെ നമ്മൾ കൈയൊക്കെ ഇങ്ങനെ ഇട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ചോണം, വേറെ വല്ലവരുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ ഒക്കത്തില്ല. അപ്പം 4 ഒരുപാട് താഴ്ചയില്ലാത്ത രീതിയിൽ നടാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്കിത് വെള്ളത്തിൽ ഇടണമെന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് ചെയ്യാം. ഞാൻ എല്ലാ വിത്തുകളും ഇങ്ങനെ ഡയറക്റ്റാണ് ചെയ്യാറുള്ളത്. അപ്പം രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് അത് ഒരു കൊച്ചു ഗ്ലാസ്സിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച്, അല്ലെങ്കിൽ ഇച്ചിരി കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് രാവിലെ എടുത്ത് നടാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നടുന്ന രീതി. അപ്പോൾ വളരെ ഈസിയാണ്. ഇതൊരു 4-5 ദിവസം ആകുമ്പോഴത്തേക്ക് ഇതിഞ്ഞ് നന്നായിട്ട് കിളിർത്ത് വന്നോളും. ഇനി ചെറുതായിട്ടൊന്ന് വെള്ളം കുടഞ്ഞു കൊടുക്കാം. അപ്പം ചെറുതായിട്ടൊന്ന് വെള്ളം കുത്തി ഒഴിക്കാതെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തളിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. നമ്മുടെ വിത്തൊക്കെ പാകുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് കുത്തനെ കൊണ്ടുവന്ന് ഹോസൊക്കെ വെച്ചിട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് അതങ്ങ് തറഞ്ഞു പോകും. പിന്നെ കിളിക്കാനായിട്ട് കുറേ സമയം എടുക്കും. ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇപ്പം ജൈവ സ്ലറി ഒഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേണ്ട ഇനി നമുക്ക് ഈ ചാണക സ്ലറിയുടെ കൂടെ നമുക്ക് ഫിഷ് ആമിനും കൂടെ ചേർത്തൊഴിക്കാം. കണ്ടോ, ഫിഷ് ആമിനും ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ, കണ്ടോ, നല്ല ലേഹ്യം മാതിരി ഇരിപ്പുണ്ട്. നല്ല അടിപൊളി വളമാണ്. ഇപ്പോൾ ഇത് ഫിഷ് ആമിനും ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം മത്തി, ചാള മീനുണ്ടല്ലോ, ചില സ്ഥലങ്ങളിൽ 2 പേര്, ഏതൊക്കെ പേരാണെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. ഇവിടെ ചാളയെന്നാണ് പറയുന്നത്. അത് ചെറുതായിട്ട് ഞുറുക്കി ശർക്കരയും കൂടെ മിക്സ് ചെയ്തിട്ട് ലെയറായിട്ട് ഇട്ട് വെച്ചിട്ട് ഒരു 21 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ നല്ല ലേഹ്യം മാതിരി കിട്ടും. നല്ലൊരു അടിപൊളി വളമാണ് കേട്ടോ ഇത്. അപ്പം ഇത് എല്ലാവരും ഉണ്ടാക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കാം. കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇതേപോലെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകാനും, പൂക്കൾ കൊഴിയാതെ കായ്കളെല്ലാം നമുക്ക് കായായിട്ട് തന്നെ കിട്ടാനും ഈ ഫിഷ് ആമിന് സഹായിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ കൃഷിത്തോട്ടത്തിലോട്ടൊക്കെ വരുമ്പം ഇതിൻ്റെ വള്ളിയൊക്കെ വീശുന്ന സമയത്ത് വള്ളിയൊക്കെ കറക്റ്റായിട്ട് കയറി പോകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുക. വള്ളി പന്തലിലോട്ട് കയറ്റി വിടുക. പിന്നെ അതുപോലെ തന്നെ കീടങ്ങളൊക്കെ പെട്ടെന്ന് ഇതിന് വരും കേട്ടോ. അപ്പോൾ ഇലയൊക്കെ അടിയിലൊക്കെ ഇങ്ങനെ നോക്കുക. പുഴുക്കളൊക്കെ വന്നാൽ പെട്ടെന്ന് ഇതിൻ്റെ ഇല തിന്ന് തീർക്കും. പിന്നെ താഴത്തെ ഇലകളൊക്കെ മഞ്ഞളിപ്പ് കാണും. അതേപോലെ തന്നെ ചില വണ്ടുകൾ വന്നിട്ട് അരിപ്പ പോലെയാക്കും. അപ്പോൾ താഴെ ഉള്ളതായ ഇലകളൊക്കെ നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നതാണ് നല്ലത്. മഞ്ഞ ഇലകളൊക്കെ. പിന്നെ എന്തെങ്കിലും രോഗം വരുവാന്നുണ്ടെങ്കിൽ വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം നമ്മൾ സ്പ്രേ ചെയ്യുകയെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് രോഗങ്ങളെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. കൂടുതലും നമ്മുടെ നോട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും തളിക്കേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഇവിടെ എല്ലാം കായ ഇങ്ങനെ പിടിച്ചു വരുവാണേ. അപ്പം മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഇലകളെയൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ മാറ്റാം. ഇവിടെയൊക്കെ ഉണ്ട്, ഏറ്റവും അടിയിലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടല്ലേ, ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. അപ്പം നമ്മൾ ചോറൊക്കെ കഴിപ്പ് കുറച്ചിട്ട് സലാഡൊക്കെ കഴിക്കണമെന്നാണ് ഇപ്പോഴത്തെ നിയമങ്ങളൊക്കെ. ഇപ്പോഴത്തെ അല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പോൾ അത് നട്ടുപിടിപ്പിക്കാമെന്നുണ്ടെങ്കിൽ വിഷമില്ലാത്ത സലാഡൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും. ഒരു 5 മൂട് നട്ടാൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കുക്കുംബർ കൃഷി ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ എടുക്കാം. അപ്പം നമ്മുടെ തക്കാളി സലാഡിനൊപ്പം തന്നെ കഴിക്കാൻ തക്കാളിയും കൂടെ വേണമല്ലോ. അപ്പം അതും നമ്മുടെ സ്വന്തം ആയാൽ എങ്ങനെ ഇരിക്കും, നല്ല അടിപൊളിയല്ലേ. നല്ല സൂപ്പർ തക്കാളിയാണ്. കണ്ടോ, പഴുത്ത് ഇരിക്കുന്നുണ്ടോ, നല്ല അടിപൊളിയായിട്ട് കണ്ടോ. ഒരു കൊലയിലൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ ഇത്. അപ്പോൾ സലാഡിനൊപ്പം നമുക്ക് നമ്മുടെ തക്കാളി തന്നെ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ അതിനകത്തും ഇതേപോലെ പഴുത്തൊക്കെ നിൽക്കുന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഒരു കേട് പോലും ഇല്ലാതെ എൻ്റെ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നട്ട വീഡിയോ ഒക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. സിമൻറ്റ് ചാക്കിനകത്ത് നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് ഇട്ട് അളിഞ്ഞ വെള്ളം, എന്താണ് അവിഞ്ഞ വെള്ളം, അതാണ് കൊണ്ടുവന്ന് ഡൈല്യൂട്ട് ചെയ്തതിനകത്ത് ഒഴിച്ചത്. കണ്ട, ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇതേപോലെ തക്കാളി കിട്ടിയാൽ എന്താ. അപ്പം കുറച്ചൊന്ന് മഞ്ഞ കളർ ഓടിയതാണെങ്കിലും കൊണ്ട് വെച്ചിരുന്ന് 2 ദിവസം ആകുമ്പോഴത്തേക്ക് അതങ്ങ് പഴുത്തോളും. ഇനിയിപ്പോൾ അടുത്തടുത്തോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ വെച്ചേക്കുന്ന ഗ്രോ ബാഗൊക്കെ ഉണ്ടല്ലോ, വെള്ളം നമ്മൾ മണ്ണ് നിറച്ചിട്ട് എന്താണ് മഴവെള്ളമൊന്നും വീഴാതെ ഞാൻ എല്ലാം മൂടി വെച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ സലാഡിനകത്ത് ഇടാനുള്ള മുളകും കൂടെ നമുക്ക് നമ്മുടെ സിമൻറ്റ് ചാക്കിനകത്ത് നട്ട്
ചാക്കിനകത്ത് നിന്നുണ്ട് ഇതേപോലെ അങ്ങോട്ട് വിളവെടുക്കണം. കണ്ടോ, നല്ല അടിപൊളി മുളക് നോക്കിക്കേ. ഇതെല്ലാം നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടെങ്കിലേ എന്താ കഥ. ഇഷ്ടംപോലെ ഇവിടെ നിൽപ്പുണ്ട് കണ്ടോ. എല്ലാം സിമൻറ്റ് ചാക്കി നട്ടേക്കുന്നതാണ്. അപ്പം ഒന്നും നമുക്ക് വേസ്റ്റ് അല്ല. അപ്പം അതിനകത്ത് കുറേ കരിയിലയൊക്കെ നിറച്ചിട്ടാണ് ഞാനിത് നട്ടിരിക്കുന്നത്. ഇപ്പം ഇഷ്ടംപോലെ മുളക് പിടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പം 1-2 വഴുതനങ്ങ നിൽപ്പുണ്ടേ. നമ്മുടെ ഹരിത വഴുതനയാണ്. ഇത്രയായി. ഇനി കുറച്ചുകൂടെ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ഇത് കണ്ടോ, ഇപ്പോൾ 5 തവണ്ടയാണ്. ചിലരൊക്കെ പറയും അങ്ങ് ഏറ്റവും താഴെ വരുന്നതൊക്കെ നുള്ളിക്കളയണമെന്ന്. ഞാൻ നുള്ളിക്കളയാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മണ്ണൊക്കെ അടുപ്പിച്ചും നമ്മുടെ സ്ലറികളൊക്കെ കൊണ്ടൊഴിച്ചും ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ആണ്ട് ഇഷ്ടം പോലെ വലിപ്പമൊക്കെ ഉണ്ട്. ഇത്രയും വലിപ്പമൊക്കെ മതി. എനിക്ക് ഒരുപാട് ഇങ്ങനെ വലിപ്പം വെച്ച് പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ നുള്ളിക്കളയത്തൊന്നുമില്ല കേട്ടോ. അപ്പം എത്രയും വലിപ്പമാണെന്നോ ഉള്ളത് അത്രയും വലിപ്പം മതിയെന്ന് അങ്ങ് വയ്ക്കും. അപ്പോൾ ഇതിനകത്തെല്ലാം കായകൾ പിടിച്ച് വരുന്നുണ്ട്. അത് കട്ട് ചെയ്യാറായിട്ടില്ല. ഇനി ഇങ്ങോട്ട് ഇവിടെയൊക്കെ നിൽപ്പുണ്ട് ചേറ്. എപ്പം വന്നാലും വെണ്ടയ്ക്ക കിട്ടുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ 5 തവണ്ടയാണ്. പഴയ വെണ്ടയൊക്കെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം അവസാനത്തെ ഓരോന്നൊക്കെ നിൽപ്പുള്ളൂ കേട്ടോ. വെണ്ടയ്ക്ക എപ്പം വന്നാലും ഒരു 1.5 വിട്ട് ദിവസങ്ങൾ എനിക്ക് വിളവെടുക്കാനുണ്ട് വെണ്ടയ്ക്ക. ഇനി വെണ്ടയ്ക്കയുടെ വിളവെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇനി വേറെ വല്ലതുമൊക്കെ നടണം. അതിനിടയ്ക്കൊക്കെ ഞാൻ മുളക് തൈ നട്ടിട്ടുണ്ട്, ഉണ്ടമുളക് നട്ടിട്ടുണ്ട്. ഞാനിവിടെ ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. ഇതിനകത്തൊക്കെ നിൽപ്പുണ്ട്. അതിന് അടുത്ത ദിവസം. ഇത് നമ്മുടെ ഒരു കുറ്റിപ്പയറാണേ. കുറ്റിപ്പയറും എപ്പം വന്ന് നോക്കിയാലും അവിടെ കൈ നിറച്ച് പയർ തരും കേട്ടോ. ആദ്യമൊക്കെ കുറ്റിപ്പയർ നടാനൊരു മടിയായിരുന്നു. പക്ഷേ കുറ്റിപ്പയറിൻ്റെ രുചി അറിഞ്ഞപ്പോഴാണ് കുറ്റിപ്പയറാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇത് നിറയെ ഉള്ളിൽ പയറുണ്ട് കേട്ടോ. ഏത്തയ്ക്ക പോലെ അങ്ങ് പിടിച്ചിങ്ങനെ കിടക്കും കണ്ടോ. എപ്പം വന്നാലും പയറുണ്ടെന്നുള്ളതാണ്. ഒരു കൊച്ചു കമ്പിനകത്തോട്ട് ഇങ്ങനെ ഒന്ന് പടർന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. എപ്പം വന്നാലും കിട്ടും പയർ. അതിനകത്തെല്ലാം സ്ലറി കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കും കണ്ടോ. ഇത് കണ്ടോ, നമ്മൾ സലാഡ് കുക്കുംബറിൻ്റെ കൃഷി കാണിക്കാൻ വന്നതല്ലേ. അപ്പോൾ അതിനൊപ്പം തന്നെ ഒരു മുറവും കൂടെ എടുത്തു. അപ്പോൾ അതിനകത്ത് കൈ നിറയെ മുറ നിറയെ കൊച്ചു മുറമാണ്. എങ്കിൽ പോലും നമുക്ക് 2 ദിവസത്തേക്കുള്ളതായ പച്ചക്കറികളും കിട്ടി. ഇപ്പം നല്ല അടിപൊളിയല്ലേ. ഇങ്ങനെയൊക്കെ ഒന്ന് കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ എന്തുമാത്രം മാനസിക ഉല്ലാസമെന്നറിയാമോ നമുക്ക് ഇതുകൊണ്ട് കിട്ടുന്നതെന്നറിയാമോ. അത് തീർച്ചയായിട്ടും എല്ലാവരും പച്ചക്കറി കൃഷി ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ സലാഡ് കുക്കുംബറായിരുന്നല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതെന്തായാലും നിങ്ങളെല്ലാവരും നടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നമ്മുടെ കുക്കുംബറിൻ്റെ കൃഷി ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു 5 മൂട് കുക്കുംബറെങ്കിലും നിങ്ങൾ നട്ടുപിടിപ്പിക്കാണ്ട് ശ്രമിക്കുക. ഇനി നല്ല ചൂട് കാലമൊക്കെ ആണല്ലോ. അപ്പം കുക്കുംബർ ധാരാളം വെള്ളം അടങ്ങിയിരിക്കുന്നതായ ഒരു പച്ചക്കറിയാണ്. അപ്പോൾ എന്തായാലും നട്ട് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തൊക്കെ നഴ്സറികൾ കാണും, അതുപോലെ തൈകളൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിച്ച് നടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.